ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചൽ ഫ്രൈ ആണ്, വഴുതനങ്ങ ഫ്രൈ. ഇതിനു വേണ്ടി ഞാനൊരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ നല്ല തിന്നാവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണും ഇടാം. ഉപ്പ് നല്ലോണം വേണ്ട ആൾക്കാർ 2 സ്പൂണും ഇടാം. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസസും ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോ 1/4 മണിക്കൂറോ വെച്ചാലും മതി. ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയ എല്ലാ പീസസും ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഒരു ടവലോ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം എല്ലാ വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയിട്ടുണ്ട്. ശേഷം എല്ലാ പീസസും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ബാക്കിയുള്ള പീസസും ഇതേപോലെ ടവലിൽ വെച്ച് ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം എടുത്ത ശേഷം നമ്മൾ ഇനി ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ എല്ലാം ഞാൻ എല്ലാ പീസസിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഇല്ലോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ പീസസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കമും ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ വിനിഗറാണ്. ഇവിടെ ഞാൻ 1/2 കപ്പ് വിനിഗർ എടുത്തിട്ടുണ്ട്, പകുതി കപ്പ് വിനിഗർ എടുത്തിട്ടുണ്ട്. അതേപോലെ പകുതി കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി, ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു നീളത്തിലുള്ള ഒരു ട്രേയോ ബൗളോ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് എല്ലാ പീസസും ഞാൻ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നായി സ്പ്രെഡ് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ വിനെഗർ, അത് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലും വിനെഗർ കൊള്ളുന്ന പോലെ ഇടാം. അതിൻ്റെ ശേഷം ക്യാപ്സിക്കം എല്ലാത്തിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ എല്ലാത്തിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട ശേഷം കുറച്ച് വിനെഗർ കൂടി ഒഴിക്കാം. അതിൻ്റെ ശേഷം ബാക്കിയുള്ള പീസസും ഇതേപോലെ വെച്ച ശേഷം അതിലോട്ടും സെയിം പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ഗായ്സ്. പിന്നെ ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.